ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പൊതുവെ കേരളത്തിലെ 40% ആളുകൾ അനുഭവപ്പെടുന്ന ഒരു മാനസിക സംഘർഷാവസ്ഥയെക്കുറിച്ചാണ്. അതായത് പുരുഷന്മാരാണെങ്കിൽ ഒരു 35-നും 50-നും ഇടയിലുള്ള കാലഘട്ടം, സ്ത്രീകളാണെങ്കിൽ ഒരു 40-നും 50-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന മാനസിക സംഘർഷങ്ങൾ, അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സ്വസ്ഥതയില്ലായ്മ, ഇത്തരം അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടതുണ്ട്. അതിനെ എല്ലാ പോയിന്റ്സും ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് ഡീപ്പ് ബ്രീത്തിങ്. ഇതിനകത്ത് പറഞ്ഞു മനസ്സിന് അസ്വസ്ഥത, ടെൻഷൻ, അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി, അല്ലെങ്കിൽ മനസ്സിനെന്തോ ഒരു സുഖമില്ലാത്തൊരവസ്ഥ, ഇങ്ങനത്തെ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഡീപ്പ് ബ്രീത്ത്. അതായത് നമ്മളൊരു 4 സെക്കൻഡ് ഓക്സിജൻ നല്ലോണം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, 4 സെക്കൻഡ്, എന്നിട്ട് 4 സെക്കൻഡ് ഓക്സിജൻ പിടിച്ചു വെക്കുക, എന്നിട്ട് ഓക്സിജൻ റിലീസാക്കുക. ഈ സംവിധാനം നമുക്ക് കൂടുതൽ ടെൻഷൻ അനുഭവപ്പെടുന്ന സമയത്ത് കുറച്ച് ഒരു 5 മിനിറ്റ് സമയം കണ്ടെത്തിയിട്ട് ഒരു ദിവസം 10ഓ 15ഓ തവണ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ ഒരുപാട് റിലീസ് ആവും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ. അതിന് ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെന്താണ് ഇതിനെ നമ്മുടെ ശരീരത്തിൽ എന്താ നടക്കുന്നത് നോക്കണം. അതായത് നമുക്ക് ടെൻഷൻ, അസ്വസ്ഥ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്താ നടക്കുന്നത് നോക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളുണ്ട്. അതിലൊരു ഹോർമോൺ കോർട്ടിസോൾ. ഈ കോർട്ടിസോളിൻ്റെ അളവ് ഹോർമോൺ വല്ലാതെ കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ, വല്ലാതെ അസ്വസ്ഥ അനുഭവപ്പെടും. നമുക്ക് ഈ ടെൻഷൻ ടെൻഷൻ്റെ അസ്വസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഉറക്കത്തെ ബാധിക്കും, ഉറക്കക്കമ്മി വരും. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോർട്ടിസോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി വ്യായാമം ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഒരു ദിവസം അരമണിക്കൂർ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. നമ്മൾ മനസ്സിലാക്കി സമയം കണ്ടെത്തണം. നമ്മൾ പറയും എനിക്ക് അത് സമയമില്ല, ഈ സമയമില്ല എന്നൊക്കെ പറയും. എന്നാലും നമുക്ക് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മൈൻഡാണ് ഏറ്റവും വലുത്. നമ്മളെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. അത് ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് അത് കൺസിസ്റ്റൻ്റ് സ്ഥിരമായിട്ട് ചെയ്യുക. അതിൽ ഇങ്ങനെ നിങ്ങൾ എക്സസൈസ് കൺസിസ്റ്റൻ്റായി ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സ്ട്രെസ് റിലീസ് ആവാനും ഒന്ന് തണുക്കാനും സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് ലിമിറ്റ് സ്ക്രീൻ ടൈം. അതായത് ഈ ആധുനിക കാലഘട്ടത്തിൽ മിക്ക വീട്ടമ്മമാരാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ ശരി, ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ മീഡിയ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകൾ ദിവസം 4-5 മണിക്കൂറൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. അതായത് നമ്മൾ എന്താണോ കാണുന്നത് എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്. സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയിൻ രൂപത്തിൽ വരും. അത് നമ്മൾ ഏതെങ്കിലും വിഷയം കൂടുതൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ നിരന്തരം വരും. അതായത് അതിനൊരു ഉദാഹരണമാണ്, നമ്മൾ മനസ്സിനെ പ്രയാസത്തിൽ പെടുത്തുന്ന വല്ല സീന് കണ്ടു വിചാരിച്ചോ, 1-2 സീന് കണ്ടാൽ വീണ്ടും അത് കണക്ട് ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് 100% മാറി നിൽക്കാനൊന്നും പറ്റില്ല. അത് ഈ കാലഘട്ടം അങ്ങനെ. എന്തായാലും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സീനുകൾ ഘട്ടമായിട്ട് ഒഴിവാക്കേണ്ടത്, അത് നമ്മൾ കാണാതിരിക്കുക, അതിലേക്ക് കാഴ്ച കൊടുക്കരുത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് മാറ്റണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു 1-2 മിനിറ്റ് മുമ്പ് നിങ്ങൾ മനസ്സിനെ സംഘർഷമാക്കുന്ന വലിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കത്തെ അത് അസ്വസ്ഥയാക്കാൻ, നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥയാക്കാൻ, രാത്രി വലിയ പേടി സ്വപ്നങ്ങൾ കാണാൻ, മനസ്സിനാകെ ഒരു അസ്വസ്ഥതയിൽ കൊണ്ടുപോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ, നമ്മുടെ പഠന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. എന്നിരുന്നാലും കൂടുതൽ അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഈ സീനുകളിൽ നിന്നും, അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഈ സംഘർഷഭരിതമായിട്ടുള്ള കാഴ്ചകളിൽ നിന്നും നമുക്ക് വരുന്ന സമയത്ത് അത് മാറി നിൽക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് മാറ്റുകയാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ മനസ്സിനെ കൂടുതൽ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടെത്തിക്കുന്നതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ വേണ്ടത് നമ്മുടെ ലൈഫിന് ഒരു അച്ചടക്കം വേണം. അതായത് ഇന്ന സമയത്തിന് എഴുന്നേൽക്കുക, ഇന്ന സമയത്ത് ജോലിക്ക് പോകുക, ഇന്ന ജോലികളൊക്കെ ചെയ്യണം, ഇന്ന സമയത്ത് മടങ്ങി വരിക, ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിൻ്റെ സമയം, എല്ലാ കാര്യങ്ങൾക്കും ഒരു അച്ചടക്കം വരുന്നതോടുകൂടി തന്നെ നിങ്ങളെ മനസ്സിലെ സംഘർഷങ്ങൾ കുറയാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയുക. നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്. നമ്മളെ താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അനുഗ്രഹം എത്രത്തോളം മനസ്സിലാവും. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, ബുദ്ധിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തോട് എന്നും നന്ദി പറയേണ്ടതുണ്ട്. എല്ലാ അവസരങ്ങളും നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അത്തരം ഈ വീഡിയോസ് ഒരു ദിവസം ഒരു 5 മിനിറ്റോ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ മനസ്സിനൊരു ശാന്തിക്ക്, മനസ്സമാധാനത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെ
പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളോട് തുറന്നു പറയാം. നമ്മൾ ലൈഫാണ്, ജീവിതമാണ്, എല്ലാവർക്കും പല ഘട്ടങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ വരാം. അങ്ങനത്തെ പ്രശ്നം മനസ്സിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലത്. അത് നമ്മൾ അടുത്ത സുഹൃത്തിനോട്, ഒന്നോ രണ്ടോ സുഹൃത്തുക്കളോട് എല്ലാം തുറന്നു പറയുക. എല്ലാം റിലീസ് ചെയ്ത് തുറന്നു പറയുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം വരാൻ സാധ്യത കൂടുതൽ, മനസ്സിനൊരു നല്ലൊരു സുഖം തോന്നും. മറ്റേ നിങ്ങൾ പറയാതെ നടന്നു കഴിഞ്ഞാൽ ഇത് ഘട്ടം ഘട്ടമായാലും മനസ്സ് കടന്ന് പെരുപ്പിച്ചിട്ട് ഒരു ദിവസം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും. അത് ചിലപ്പോൾ നിങ്ങളെ മാനസിക ഡിപ്രഷനിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡിപ്രഷനൊക്കെ വരാത്ത നമുക്ക് എന്ത് ചെയ്യും, പ്രശ്നങ്ങളാണ്, മനുഷ്യരാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് നിൽക്കും. ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക, നമ്മളെ പാർട്ട്ണറോട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടിൽ കൂടുതലോ സുഹൃത്തുക്കളോട് ഇത് ഷെയർ ചെയ്തതോടുകൂടി ഈ പ്രശ്നം സോൾവ്, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ്, നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളതാണ് സ്ലീപ്പ് വരും, നന്നായി ഉറങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മനസ്സിന് അസ്വസ്ഥത, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ വരും. ഈ ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളായി വരും. അപ്പോൾ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഉറക്കത്തെ അത് ബാധിക്കും. ടെൻഷനും ഉറക്കം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലേക്ക്, ഒരു മനസ്സിനായി ഒരു അസ്വസ്ഥതയിലേക്ക്, മനസ്സിന് സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത് ബോധപൂർവ്വം എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഉറക്കത്തിന് പറ്റി നമുക്ക് ഈ കേൾക്കുന്ന വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് നിരന്തരം ഉറക്കം വളരെ കമ്മി വിചാരിച്ചു. ചില ആളുകൾക്ക് ഉറക്കം തീരെ കിട്ടാത്തൊരവസ്ഥയായിരിക്കും. കാരണം അതിന് 2-3 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ടായിരിക്കാം. ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുന്നത്, ബോധപൂർവ്വം നിങ്ങളെ ഡോക്ടറെ പോയി കാണേണ്ടതുണ്ട്. ഇത് മാനസിക രോഗ വിദഗ്ധനല്ല കാണേണ്ടത്, സാധാ ഡോക്ടറെ കാണുക. ഡോക്ടറുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ റിലാക്സേഷൻ വരുന്നത് തരും. അപ്പോൾ എന്ത് ചെയ്യുക, ബോധപൂർവ്വം നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങേണ്ടതുണ്ട്. ഒരു ദിവസം 7 മണിക്കൂർ നല്ല രീതിയിൽ ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ ഉറക്കത്തിലേക്ക് ഒരു ദിവസം 7 മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉറക്കത്തിൽ വല്ല പാളിച്ചയും വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൻ്റെ മനോനിലയെ അത് ബാധിക്കും. അപ്പോൾ ബോധപൂർവ്വം ഉറക്കത്തിന് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉറങ്ങണം എന്ന കാര്യത്തിൽ ചിന്തിക്കാനും ഉറങ്ങേണ്ട കാര്യങ്ങളിലേക്ക് ഡോക്ടറെ പോയി കണ്ട് അതിൻ്റെ ശുശ്രൂഷകൾ നേടേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ മനസ്സമാധാനത്തിന് വേണ്ട മറ്റൊരു കാര്യം മെഡിറ്റേഷൻ പ്രാക്ടീസ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കണ്ണക്കടച്ചിട്ട് ഒരു പ്രത്യേക പോയിന്റിലേക്ക് ചിന്തിച്ചിരിക്കുക. അതിലൊരുപാട് മെഡിറ്റേഷൻ വീഡിയോകൾ യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഒരു ദിവസം 5-10 മിനിറ്റ് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ മനസ്സിലെ സംഘർഷങ്ങൾ കുറയാനും സന്തോഷം കൂടാനും സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു പ്രാക്ടീസാണ്, മനസ്സിന് വല്ലാതെ അസ്വസ്ഥത കൂടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക. നല്ല മ്യൂസിക്കിൽ ഓരോരുത്തർക്കും ഓരോ പാട്ടൊക്കെ വ്യത്യസ്ത ആയിരിക്കും ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക. അത് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ ഇയർഫോണൊക്കെ ഇട്ടിട്ട് നല്ലൊരു മൂഡിൽ നല്ലൊരു സോങ് കേൾക്കുന്നത് ഏറ്റവും വളരെ നല്ലതാണ്. മനഃശാന്തി കൂടാൻ സാധ്യത ഉണ്ട്. പിന്നെ മറ്റൊന്നാണ് പ്രാക്ടീസ് ഫോർഗീവ്നെസ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ, ചില സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും ഓർക്കാൻ നമുക്ക് പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ ഓർത്ത് കഴിഞ്ഞാൽ വീണ്ടും അസ്വസ്ഥ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ച, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വളരെ പ്രയാസപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഘട്ടം മറക്കേണ്ടതുണ്ട്. മനുഷ്യൻ ചിലർ മറക്കാൻ പ്രയാസമായിരിക്കും. ഇങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഭവപ്പെട്ട പ്രയാസങ്ങൾ, നിങ്ങൾ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും പ്രയാസപ്പെടും, എത്ര സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജീവിതത്തിലെ പ്രയാസപ്പെടുത്തിയ ആ സംഭവത്തെ ബോധപൂർവ്വം ഘട്ടം മറന്നു കളയുക. ഇങ്ങനെ മറക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിന് സമാധാനം വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു പ്രാക്ടീസാണ്, നമുക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക, ജസ്റ്റ് ഒന്ന് ഇറങ്ങുക, ഒന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങുക. ഇഷ്ടമുള്ള തൊട്ടടുത്തുള്ള പാടവരമ്പിലൂടെ, അല്ലെങ്കിൽ തോടിൻ്റെ വരമ്പിലൂടെ, അല്ലെങ്കിൽ നെൽപ്പാടത്തിലൂടെ ജസ്റ്റ് ഒന്ന് നടക്കുക. വീട്ടിലിങ്ങനെ അടങ്ങിയിരുന്ന വല്ലാത്ത അസ്വസ്ഥതയാണ് വരിക. വീട്ടിൽ നിന്ന് ഇറങ്ങുക, കുറച്ചൊരു 5-10 മിനിറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഒന്ന് വരിക, നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് വരിക. പ്രകൃതിയോട് ഇങ്ങനെ ഇണങ്ങി നടക്കുന്നതോടുകൂടി നിങ്ങളുടെ മാനസിക സംഘർഷം, നിങ്ങളുടെ മാനസിക അസ്വസ്ഥത കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മാനസിക സംഘർഷം, മാനസിക പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ജീവിതമാണ്, ജീവിതത്തിൽ ആർക്കും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബോധപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഘട്ടമായി നമ്മളെ തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. വലിയ അസ്വസ്ഥത ഉണ്ടെങ്കിൽ നല്ല രീതിയിലെ പ്രാക്ടീസ്, മുകളിൽ പറഞ്ഞ പ്രാക്ടീസുകൾ ഘട്ടം ചെയ്ത് നോക്കുക. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും സന്തോഷത്തോടെ നമ്മൾ നടക്കേണ്ടതുണ്ട്. കാരണം ലൈഫ് നമുക്ക് ഒന്നുള്ളൂ, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ചിന്തിക്കുക, മറ്റുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക. ആ രീതിയിലേക്ക് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുക, സ്റ്റേ പോസിറ്റീവ് എന്ന രീതിയിലേക്ക് എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കുക, സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വിഷയമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു.